എളമ്പക്ക ചിപ്പി എരുന്ത് 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 എരുന്തല്ലേ? എരുന്ത് ഫ്രൈ ആ? എളമ്പക്ക ഫ്രൈ. ഇത് ചിക്കൻ കറിയാ? ഇത് ചിക്കൻ കറി. ഇത് ചിക്കൻ കറി അല്ലേ? ചിക്കൻ സ്റ്റൂ. ഓ അടിപൊളി. നമ്മളിന്ന് കോഴിക്കോട് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. രാവിലെ ഒരു 9 മണി ആവുന്ന സമയത്ത് ഒരുപാട് നല്ല ഡിഷസ് കിട്ടുന്ന ഒരു കട. എന്താ പറയുക, കല്ലുമ്മക്കായും കൂന്തളും പിന്നെ ചിക്കൻ പാർട്സും പിന്നെ പൊരിച്ചതും ബീഫ് ഫ്രൈയും വരട്ടും പെരട്ടും എല്ലാം കിട്ടുന്ന ഒരു കട. അപ്പോൾ കടേൻ്റെ മുന്നിലുള്ള ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സാലേ സുഖലടാ മോനെ, എന്തൊക്കെയുണ്ട്? അപ്പോൾ ഞാൻ കിച്ചണിലെത്തി. ഇതാണ് നമ്മൾ ആദർശ് ഹോട്ടലിൻ്റെ കിച്ചണ്. അപ്പോൾ ദിനേശ് ചേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ദിനേശ് ചേട്ടൻ നടത്തിക്കൊണ്ട് പോകുന്ന ഹോട്ടലാണ് ആദർശ് ഹോട്ടൽ എന്ന് പറയുന്നത്. ഇതാണ് ദിനേശ് ചേട്ടൻ. കണ്ടോ, പുള്ളി പരിപാടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ അടുക്കളയിലാണ് ഈ ഇത്രയും ഐറ്റംസുകൾ ചെയ്യണത്. ഇവിടെ നിന്ന് മാത്രമല്ല പാചകം അല്ലേ? വേറെ ഇവിടുന്നില്ല, ഇവിടെ മാത്രമാണ് പാചകം. എല്ലാ ഐറ്റംസുകളും ഈ അടുക്കളയിൽ വെച്ചിട്ടാണ്. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ദിനേശ് ചേട്ടാ എത്ര ഒരുപാട് കാലമായി ഇവിടെ? ഓ ചെറുപ്പത്തിലേ. അത് ശരി, ഒരുപാട് വർഷം ആണല്ലേ? അത് ശരി. പോവാണല്ലേ? അത് ശരി. ഈ ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര മണിയാവുമ്പോ റെഡി ആവും? 7 മണിയാവുമ്പോഴേക്കാവും എല്ലാ കറിയാവും അല്ലേ? അപ്പൊ ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഒരുവിധമൊക്കെ കഴിഞ്ഞല്ലേ? അപ്പൊ നീ വീണ്ടും ഉണ്ടാക്കുവോ? വീണ്ടും ചിന്നമുട്ട ഇപ്പൊ ചില കറികൾ ഉണ്ടാക്കും, ചിലത് ഉണ്ടാക്കൂല, കിട്ടാനില്ല. അത് ശരിയാ. നല്ല തിരക്കുമാണ് ഇവിടെ ഒക്കെ. ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ ഇടയിൽ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാവും അല്ലേ? മീൻ പൊരിച്ച വേറെ ഉണ്ടാവും. ചിന്നമുട്ടാണത്? ആ ഓക്കെ. എല്ലാം തീർന്നു എത്ര പെട്ടെന്ന്? അത് ശരി. ഇത് ചിക്കൻ കറിയാ? ഇത് ചിക്കൻ കറി അല്ലേ? മുളകിട്ട ചിക്കൻ കറി അല്ലേ? ഇതോ? മട്ടൺ സ്റ്റൂ. ഓ അടിപൊളി. കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്കായ തീർന്നു. കല്ലുമ്മക്കായൊന്ന് ഒക്കെ കഴിഞ്ഞില്ലേ? കല്ലുമ്മക്കായൊക്കെ കഴിഞ്ഞപ്പോ പറയുമ്പോ 9:30-10 മണി ആവുമ്പോഴേക്കും കഴിഞ്ഞ അതൊക്കെ. എളമ്പക്ക ചിപ്പി എരുന്ത് 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 എരുന്തല്ലേ? എരുന്ത് ഫ്രൈ ആ? എളമ്പക്ക ഫ്രൈ. ഫ്രൈ ഫ്രൈ. പിന്നെ ഇത് മുട്ടക്കുടല്, കോഴിന്റെ നെയ്ക്കോടല്. നെയ്ക്കോടലല്ലേ? പിന്നെ ഇത് ബീഫ്. ബീഫ് ഫ്രൈയാ? ബീഫ് ഫ്രൈ. ഓ ബീഫ് ഫ്രൈ. കോഴിന്റെ മാങ്ങാപ്പെട്ടി എവിടെ ഇല്ലാത്തൊരു കറിയാ, കോഴിന്റെ മാങ്ങാപ്പെട്ടി. മാങ്ങാപ്പെട്ടി നല്ല ഒരു വെറൈറ്റി കറി. വെറൈറ്റി കറി അല്ലേ? ഇത് ബീഫ് ലിവർ. അത് തീർന്നു. ബീഫ് ലിവർ. കോഴി പാർട്സ്. കോഴി പാർട്സാ? കോഴി പാർട്സ്. ഓക്കെ. പിന്നെ എന്തെല്ലോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അത് ഇതെന്താ ചോറിനുള്ളതായിരിക്കും? ചോറാണ്, ഉച്ചത്തേക്കുള്ള ചോറ്. അത് ശരി. ലീവാണല്ലേ? ഓക്കെ. ഭക്ഷണം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പുള്ളി തന്നെ ദിനേശേട്ടൻ തന്നെ അല്ല ഉണ്ടാക്കുന്നതില്ലല്ലോ? ദിനേശേട്ടൻ തന്നെ ഉണ്ടാക്കുന്നത്. രാവിലെ നേരത്തെ തന്നെ തുടങ്ങുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നല്ല തിരക്കുമാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. സീറ്റ് പോലും കിട്ടാത്ത തിരക്കാണ് ഇവിടെ. മുത്താറൊക്കെ കുറ്റിയടിച്ച് നിൽക്കാൻ തുടങ്ങിയത് കുറേ നേരം. ഒരു വിധത്തിൽ നമുക്ക് സീറ്റ് കിട്ടി. സീറ്റ് കിട്ടിയിട്ട് നമ്മളിവിടെ ഇരുന്നുണ്ട്. ബാക്കിൽ കംപ്ലീറ്റ് കണ്ടാ തിരക്കാണ്, അത്രയ്ക്കും തിരക്കാണ്. ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇവിടുന്ന്? ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. മൂത്താറിനപ്പോൾ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടാവില്ലേ? 6 മാസം മുന്നേ വീഡിയോ എടുത്തതാണ് മൂത്താറ്. എന്നിട്ട് വീണ്ടും വന്നിരിക്കുക തിന്നാൻ വേണ്ടിയിട്ട്. തിരക്കിൻ്റെ ഇടയിൽ വെറുപ്പിക്കാനായിട്ട്, ആൾക്കാരെ വെറുപ്പിക്കാനായിട്ട് ഉണ്ട്. ക്യാമറൻ്റെ പിന്നിലുണ്ട്. കണ്ടില്ല ഇവിടുത്തെ തിരക്ക്? എന്ത് തിരക്കാത് മൂത്താറെ. 10 മണി ആകുമ്പോഴേക്കും എല്ലാ സാധനം കഴിഞ്ഞല്ലോ. പുട്ട് മാത്രമേ ഉള്ളൂ അല്ലേ? സായാലും പുട്ട്, ഞാൻ നൂൽപുട്ട്, പൊറോട്ട ഉണ്ട്, പിന്നെ വെള്ളപ്പം കഴിഞ്ഞു. 10 മണിന്റെ മുന്നേ വരണം. അതെ സീന. ചിക്കൻ കറി അല്ല? മാങ്ങാപ്പെട്ടി. ഇത് ഇത് എരുന്തല്ലടാ? ഇത് എരുന്ത് ഫ്രൈ. കൺഫ്യൂഷനായി.
സാധനങ്ങളെല്ലാം കൺഫ്യൂഷൻ ആയിപ്പോയി. കുറച്ച് എരുന്തെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കഴിച്ച് നോക്കാം. ഞാൻ നോക്കട്ടെ. എരുന്തിന് നല്ല ഫ്ലേവർ ഇട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ലിക്വിഡ് എല്ലാം അലിഞ്ഞു ചേർന്നിട്ടുള്ള അതിൻ്റെ നല്ല രുചി വരുന്നുണ്ട്. നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അല്ലേ ആ എരുന്തിൻ്റെ ഒരു രുചി വരലില്ല. വാങ്ങില്ല കലുങ്കോയ നമുക്കായ സാധനമില്ല. സഹലിന് വേണ്ടി വരും. കല്ലുമ്മക്കായും മുൻപോട്ട് കൊള്ളാട്ടോ. അടിപൊളി അല്ലേ മൊത്തറ? അടിപൊളി. ഒന്നാമത് ഇവിടെ സൗണ്ടും ബഹളം കൊണ്ടല്ലേ എടുക്കാതെ തിരക്കാം. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ അല്ലേ? നല്ല തിരക്കാം. മതിയോ? എന്ത് നിർത്തി കളഞ്ഞു. അടിപൊളി. ഓക്കെ. പുട്ടും കല്ലുമ്മക്കായും എരുന്ത് ഫ്രൈ കല്ലുമ്മക്കായ മാങ്ങപ്പെട്ടി പൊടിച്ചായ മസാല ഫുഡൊക്കെ ഉണ്ട്. അടിപൊളി ഭക്ഷണം. അപ്പോൾ ഞാൻ ദിനേശ് ചേട്ടൻ്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി. ഹോട്ടൽ ആദർശാണ് ദിനേശ് ചേട്ടൻ്റെ കട എന്ന് പറയുന്നത്. മാനാരിയാണ്, കോഴിക്കോട് മാങ്കാവ് മാനാരി ജംഗ്ഷനിൽ തന്നെയാണ് ദിനേശ് ചേട്ടൻ്റെ കട ഉള്ളത്. അടിപൊളി ഭക്ഷണമാണ്. പക്ഷെ 10 മണിക്ക് മുന്നേ എത്തണം. ഇല്ല മുത്താറെ? 10 മണിക്ക് മുന്നേ എത്തണം. മുത്താറിന്റെ അടുത്ത് പറഞ്ഞതാണ് 10 മണിക്ക് മുന്നേ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു 10 മണി ആകുമ്പോഴേ എല്ലാ ഐറ്റംസും ആവുള്ളൂ. പക്ഷെ എല്ലാം കംപ്ലീറ്റ് ലെവലായിട്ട് എല്ലാം കഴിയും. 9 മണിക്ക് മുന്നേ എത്തണം. നല്ലത്. അതെ അതെ. എന്തായാലും ഈ മഴ സമയത്ത് കുറച്ച് നേരത്തെ പോരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഒരു 10 മണി ആകുമ്പോഴേക്കും പണിക്കാരുടെ തിരക്കാണ്. അപ്പൊ ഫുള്ള് കംപ്ലീറ്റ് കഴിയും. അടിപൊളി ഭക്ഷണം, നല്ല ഭക്ഷണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.